ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞു നടന്ന കുറേ പേര്, അതായത് ക്യാമ്പയിൻ നടത്തിയവർ, ഓൺലൈൻ ആക്ടിവിസം, പ്രൊട്ടസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നടത്തിയ ആൾക്കാരെ നമ്മൾ ഈ യമൻ, എത്യോപ്യ, സുഡാൻ, നൈജീരിയ, കോങ്കോ അവിടെയൊന്നും കാണുന്നില്ല. അവിടെയും ആൾക്കാർ മരണപ്പെടുന്നുണ്ട്, അവിടെയും വലിയ വലിയ കൺഫ്ലിക്ട്സ് നടക്കുകയാണ്. പക്ഷേ ആർക്കും അതൊന്നും മൈൻഡ് ചെയ്യാൻ സമയമില്ല. ഇപ്പോഴും ഫുൾ അറ്റൻഷൻ ഫ്രീ പാലസ്തീനിലാണ്. അതേ സെയിം ഡെപ്തിലുള്ള കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. പക്ഷെ ആർക്കും അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പാലസ്തീനിൽ മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നു? എന്തുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ കൺഫ്ലിക്റ്റ് മാത്രം അവർക്ക് വളരെ വേണ്ടപ്പെട്ടതാകുന്നു? ഇതിന് പിന്നിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊരു ഹ്യൂമാനിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ മനുഷ്യത്വം തലയ്ക്ക് പിടിച്ചവർ അങ്ങനെയൊന്നും അല്ലത്. ഇതിന് പിന്നിൽ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഫണ്ടിങ് ഉണ്ട്, ട്രെൻഡുണ്ട്, സെലിബ്രിറ്റികളുടെ വാക്കുകളുണ്ട്. ഈ ആക്ടിവിസം എന്ന് പറയുന്ന സംഭവം അത് ട്രെൻഡാണെന്ന്. ആക്ച്വലി ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആവശ്യമാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളാണ് നേരിടുന്ന ആൾക്കാർ അവിടെ പോയി അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ആക്ടിവിസം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ട്രെൻഡാണ്. ഓൺലൈനിൽ ഒരു ട്രെൻഡ് ആരെങ്കിലും പടച്ചു വിടും, അതിന് പുറകെ ആൾക്കാർ കൂടും. ഒരു സെലിബ്രിറ്റി എന്തെങ്കിലും പറയണം, അതിനുശേഷം മാത്രമേ അവർ മൂവ് ചെയ്യത്തുള്ളൂ. പിന്നെ മീഡിയ എന്തു പറയുന്നു അതാണ് പിന്നെ ലാസ്റ്റ് ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിൻ്റെ ഇഷ്യൂവിൽ അവർക്ക് കുറേ കവറേജ് കിട്ടി. അപ്പോൾ ലോകം ഫുൾ അത് അറിയുകയും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ പറഞ്ഞ സുഡാൻ, നൈജീരിയ, കോങ്കോ അവിടെയൊന്നും കവറേജ് ഇല്ല. അതുപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വേണം, എങ്കിലേ ഉള്ളൂ പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ട്രെൻഡും ഈ സെലിബ്രിറ്റികളുടെ വാക്കുകളും മീഡിയ കവറേജും വെസ്റ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരും മരിച്ചാലും ആർക്കും ഒരു കാര്യമില്ലല്ലേ. ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ആക്ടിവിസം, ട്രെൻഡ്, സെലിബ്രിറ്റികളുടെ വാക്ക്, ഓൺലൈൻ മീഡിയ കവറേജ്, പിന്നെ എൻഡ് ഓഫ് ദ ഡേ മതം അതിൽ നല്ല റോൾ പ്ലേ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അവർ പാലസ്തീൻ സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഈ ഗ്രേറ്റ തൻബർഗൊക്കെ ഇതിൻ്റെ പിന്നാലെ നടന്നതും ഫണ്ടിങ് മേടിച്ചതൊക്കെ അതിനുവേണ്ടി തന്നെയാണ്. ഫണ്ടൊക്കെ മേടിച്ചത് നമുക്കറിയാം. ദർ വാസ് ഫണ്ടിങ് ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, സോ ഈ മീഡിയയും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചിന്തകളൊക്കെ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. അതിന് പുറത്തുള്ള എന്ത് കാര്യങ്ങളും ആൾക്കാർ മരിച്ചാലും കുഴപ്പമില്ല, മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞങ്ങൾ ഫോക്കസ് ചെയ്തില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കുറേ പേരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന ഭൂരിഭാഗം ആൾക്കാരും അതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ലോകത്ത് എന്ത് നടക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അറിയാവുന്നത് ഫ്രീ പാലസ്തീൻ കേസും അതിൻ്റെ പ്രൊട്ടസ്റ്റും ജാഥയും അടുത്ത പ്രൊട്ടസ്റ്റ് എന്നും അതിന് ഫണ്ട് കിട്ടുമോ, അതിന് ഫുഡ് കിട്ടുമോ എന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. ആക്ച്വലി ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം മനുഷ്യർ അവിടെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ രണ്ട് ഭാഗത്തും മിസ്റ്റേക്സും വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ആണെങ്കിലും ഗാസയിലെ ബോംബിങ് ആണെങ്കിലും ഒക്കെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് വേറെ എത്രയോ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, വൈ നോ വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്? എത്രയോ രാജ്യങ്ങളിൽ ആൾക്കാർ മരിച്ചു വീഴുന്നു. നിങ്ങൾക്ക് ചില മതങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മതം വേണം, അല്ലെങ്കിൽ ഫണ്ടിങ് വേണം, അല്ലെങ്കിൽ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വേണം, അല്ലെങ്കിൽ മീഡിയ കവറേജ് വേണം, ട്രെൻഡ് വേണം, സെലിബ്രിറ്റി പറയണം, എങ്കിലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് ക്രിസ്ത്യൻസ് മരിക്കുന്നു, എത്രയോ ക്രിസ്ത്യൻസ് മരിക്കുന്നു. അതാർക്കും സംസാരിക്കണ്ട, ബിക്കോസ് ദേ ആർ ക്രിസ്ത്യൻസ്. അതോ ഫണ്ട് കിട്ടിയില്ലേ, അല്ല സെലിബ്രിറ്റി പറഞ്ഞില്ലേ? ബ്രോ, ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ സംഭവം ഒരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഒരു ഹ്യൂമാനിറ്റി ഇല്ല. ഫണ്ട് കിട്ടിയോ, അല്ലെങ്കിൽ സെലിബ്രിറ്റി പറഞ്ഞോ, അല്ലെങ്കിൽ ആക്ടിവിസം ട്രെൻഡ് വന്നോ, അതൊക്കെ മതി അവർക്ക്. അതായത് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാർ ഫുള്ള് കോമഡികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഈ ഹ്യൂമാനിറ്റിയൊക്കെ തലയ്ക്കകത്തുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ കേസുകളിലും പോയിട്ടൊന്ന് നോക്കുക, എവിടെയൊക്കെ മനുഷ്യർ കഷ്ടപ്പെടുന്നു, കൺഫ്ലിക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക, എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഞങ്ങളൊരു കൂട്ടരെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, ഞങ്ങളൊരു കൂട്ടരെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. വാട്ട്സ് ദാറ്റ് മാൻ? അത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണല്ലോ. ഓക്കെ, അത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? ലോകത്തുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് പാലസ്തീൻ കാരണം ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഫണ്ടുണ്ട്, ഞങ്ങളുടെ സെലിബ്രിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് അവരെയാണ്. ഓക്കെ, ഞങ്ങളുടെ മീഡിയ കവറേജൊക്കെ അതിനെ ബന്ധപ്പെട്ടിട്ടാണ്, വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ട്. ബ്രോ, ദിസ് ഈസ് ബാഡ് ബ്രദർ, വളരെ മോശമാണത്. മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മതവും ജാതിയൊന്നുമില്ല, ജാതിയോ മതമോ നിറവോ ഒന്നുമില്ല. ഇതിൽ മനുഷ്യനെ കാണുക.
അവന് വേണ്ടി സംസാരിക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുക, കൈപിടിച്ച് ഉയർത്തുക, അതൊന്നുമില്ല ഇപ്പം. ഇപ്പോൾ കുറേ മതവും കുറച്ച് പൈസയും അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്ലുവൻസും കുറച്ച് സെലിബ്രിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. നാളെ ഞാനൊരു സെലിബ്രിറ്റി ആണെങ്കിൽ നാളെ ഞാൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കൂടെ കൂടും. ട്രെൻഡാണ്, നീ ക്ലൗഡ് ചേസിങ് ആണ്. ഞാനതൊരു റാൻഡ് പോലെ പറയുവാണ് കാര്യങ്ങൾ, കാരണം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളായത്. ഒരു സൈഡിൽ ശരിയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓൺ ദി അതർ ഹാൻഡ് അവിടെ ആ ലെവലിൽ തന്നെ ആൾക്കാർ കൊല്ലപ്പെടുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആർക്കും സപ്പോർട്ടില്ല, അവിടെ ആർക്കും ഒന്നും കാണണ്ട, അവിടെ ആർക്കും ഒന്നും അറിയണ്ട. ഓൾ ബിക്കോസ് സെലിബ്രിറ്റി പറഞ്ഞില്ല, ട്രെൻഡില്ല, ആക്ടിവിസ്റ്റുകൾ വരുന്നില്ല, ഫണ്ടില്ല. ഇത് ഫുള്ള് കോമഡി സ്റ്റോറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ലുക്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, ലുക്ക് ഔട്ട്സൈഡ് ദ പാലസ്റ്റൈൻ ബോക്സ്. കുറേ ഇഷ്യൂസ് ഉണ്ട് സമൂഹത്തിൽ. ചെക്ക് ദാറ്റ് ഔട്ട് ടു.